Mr. Santosh VK Sir, Sub Inspector of Police, Pudhanagaram Police Station, അദ്ദേഹത്തെ വിദ്യോദയ സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും ഇവിടുത്തെ മാനേജ്മെന്റ്, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് സ്റ്റുഡൻസിന്റെ പേരിലും വിദ്യാലയത്തിലേക്ക് ഹാർദമായി സ്വാഗതം. ഇവിടുത്തെ കുട്ടികൾ ഞങ്ങളുടെ ഡിസിപ്ലിനുള്ള കാര്യമാണ്. അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു 95% സാധ്യതയില്ല. 5% നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മക്കളാണ്. എല്ലാവർക്കും തന്നെ മക്കള് കൺകുഞ്ഞ് പൊൽക്കുഞ്ഞ് തന്നെ. അവര് സംശയിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സംശയിച്ചിട്ടല്ല, നമ്മളുടെ ഒരു കടമയൊന്നല്ലെങ്കിൽ നമ്മള് ഒരു കടന്ന കൈയായിട്ട് ഇത് ചെയ്തേ പറ്റും. അപ്പൊ നമ്മൾക്ക് അതിന് ഒരു പരിധി വരെ നമുക്ക് രക്ഷിച്ചെടുക്കാം. അത്രയധികം കൂടുതലാണ്. ഒരുവിധം പിടിക്കുന്നവരെല്ലാവരെയും മാസത്തിന് 4-5 കേസുകളിലും ഉണ്ടാകും. അപ്പൊ അടുത്ത കാലത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നടന്ന് 2.5 കിലോ കഞ്ചാവ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടാവും ഈടായിരുന്നു. അപ്പൊ അത് ഇവിടുത്തെ കൂടുതലാണ് മുഴുവൻ. പിന്നെന്താ ഇനി ബോർഡർ സെക്ഷൻ ആയ കാരണം കൊണ്ടാവാം അത്. എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്, SPG എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കേരള സർക്കാരിന്റെ പുതിയൊരു പാഠ്യ ഇതര പദ്ധതിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും തന്നെ ഈ ഇങ്ങനെയുള്ള ഒരു സമയം കണ്ടെത്തി നമുക്ക് ഇല്ലാത്ത പൈസയും ഇല്ലാത്ത സമയവും ഒക്കെ ചെലവഴിച്ച് നമ്മുടെ മക്കളിനെ വളർത്തി നല്ല പൗരന്മാരാകുമ്പോൾ അതില് പതിയെ ആർക്കും ഗുണകരമില്ലാത്ത, രാജ്യത്തിനും നാട്ടിനും വീട്ടുകാർക്കും പാരന്റ്സിനും ഗുണകരമില്ലാത്ത ഈ തരത്തിലേക്ക് എത്ര നന്നായി പഠിച്ചു എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇവര് ചെറിയ കൂട്ടുകെട്ടുകളും ലഹരിയും ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇവര് എത്ര പഠിച്ചു, എന്ത് പഠിച്ചു, എത്ര ഒന്നും ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിക്കോട്ടെ, കോപ്പറേറ്റീവ് സ്ഥാപനം പ്ലസ് 2 കുട്ടി എങ്ങനെ പോകണു? ചാറ്റിങ്ങിലൂടെ. അപ്പൊ എങ്ങനെ സുഖമായി സംസാരിച്ചു, എല്ലാം ചെയ്തു. അവസാനം ഈ കുട്ടി കോട്ടയത്തേക്ക് വെച്ചു കൊടുത്തു. വീട്ടുകാരനെ പറഞ്ഞു വരിച്ച എങ്ങനെയാണ്? അമ്മ ടൂറ് പോണം, കോട്ടയത്തേക്ക് 2 ദിവസത്തെ ടൂറാണ്, 500 രൂപ ഫീസുമാണ്. എപ്പോഴാണ്? 3 വർഷം മുമ്പാണ്. അമ്മ ഇതൊന്നും നോക്കിയില്ല. അമ്മ കൂലിപ്പണിക്കാരിയാണ്, അല്ലെങ്കിൽ കൂലി പണി ചെയ്തിട്ടാണ് കുടുംബം നോക്കുന്നത്. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തിന്? ടീച്ചറെ പോലെ അമ്മ വിളിച്ചു ചോദിക്കുന്നില്ല. അമ്മ കുട്ടിക്ക് 500 രൂപ പ്ലസ് 500 1000 കൊടുത്തു. കുട്ടി 3-ാം ദിവസം അവിടെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഫോർമേഷൻ എന്നതിൽ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമുക്ക് പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ സാർമാര് തന്നത്. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തൊരു നിമിഷം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ അവരുടെ മനസ്സെന്താണ് എന്ന് അവരുടെ മുഖത്തിലൂടെ നമ്മൾ നോക്കി മനസ്സിലാക്കിയാൽ ഒരു വിദ്യാർത്ഥിയും തെറ്റുകളിലേക്ക് പോകില്ല എന്നുള്ളത് 100% സത്യമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സ്വയം മനസ്സിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്റെ മക്കൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനമ്മമാരും കഴിക്കാതെ മാറ്റി വെച്ചുകൊണ്ട് മക്കളെ അത്രത്തോളം എത്ര നേരം നല്ല കാര്യങ്ങളാണ് കേട്ടത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ കുറച്ച് മുതിർന്ന കുട്ടികളാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ പല കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ പഠിക്കണം, നിങ്ങളുടെ മറ്റേ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവര് കൂടി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ പാരൻസിനെ കൂടി അത് അറിയിച്ച് അവര് നല്ല വഴിക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മൾ മുന്നേ നമ്മളതിന്റെ ക്ലാസ് എടുത്തല്ലേ, നമ്മളതിന്റെ ക്ലാസ് എടുത്തല്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കുട്ടികൾ സമൂഹത്തിൽ നിലവിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ള ആരൊക്കെയാണ്, അത് അതിനെ കുറിച്ചൊക്കെ അതിന്റെ ഒരു ഫോർമേഷൻ ആണ് ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എത്ര സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സാറ് ക്ലാസ് എടുത്ത് ഇത് ഡ്രഗ്സ് നമ്മുടെ വേർഡിൽ നിന്ന് വിമോചനപ്പെടാനായിട്ട് എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നതാണ് നമ്മുടെ ലൈഫിലെ ഓരോ മിറേഴ്സിനെയും നമ്മൾ വിൻഡോസ് ആക്കിയിട്ട് മാറ്റാം. മിറേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ വിൻഡോ എന്ന് പറയുന്നത് പുറത്തെ ലോകത്തിനെ, പുറത്തെ ജനങ്ങളെ കാണാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ നമ്മൾ മാത്രം ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ഈ ചുറ്റുള്ള ലോകത്ത് നമ്മൾ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ലഹരിക്ക് അർമ്മപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തെ അറിയണം. ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം തന്നെ
ഒരു ലഹരിയിൽ നിന്ന്